അന്തർദേശീയ റേഡിയോ ദിനത്തിന്റെ ഭാഗമായി സാന്ത്വനം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും ബിഷപ്പ് മൂർ കോളേജ് നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി റേഡിയോ ദിനാചരണവും പ്രശ്നോത്തരിയും നടത്തി. കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബിഷപ്പ് മൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ റേഡിയോ ദിനത്തോടനുബന്ധിച്ചാണ് സാന്ത്വനം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും ബിഷപ്പ് മൂർ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് റേഡിയോ ദിനാചരണവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചത്. കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബിഷപ്പ് മൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് എന്ത് വിവരം ലഭിക്കണമെങ്കിലും വാർത്ത കേൾക്കണമെങ്കിൽ ഒന്നുമല്ല, ഞങ്ങളെപ്പോഴുള്ള അന്നത്തെ കാലഘട്ടത്തിൽ ക്രിക്കറ്റ് ഫാൻസ് ആയിരുന്നു. ക്രിക്കറ്റിന്റെ ഒരു സ്കോർ അറിയാൻ എത്രമാത്രം താല്പര്യപ്പെട്ട ഒരു ട്രാൻസിസ്റ്റർ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ ഒരു കാലഘട്ടം. സാന്ത്വനം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര ക്ലാസുകൾ നയിച്ചു. ഒരു കാലത്ത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് റേഡിയോ മാത്രം ഒരു കാലത്ത് അന്ന് യുദ്ധം 1974 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് എന്റെ ഓർമ്മ ഇപ്പോഴും നിങ്ങളുടെ സഹകരിയായി. സാന്ത്വനം സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി, നാഷണൽ സർവീസ് സ്കീം കോർഡിനേറ്റർ പ്രൊഫസർ ആദർശ്, സാന്ത്വനം ഭാരവാഹികളായ സുരേഷ് തോട്ടത്തിൽ, ആർ ശശിധരക്കുറുപ്പ്, രാധാകൃഷ്ണൻ സുദർശനം, വിമലദേവൻ, മധുകുമാർ ചിത്രാഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പ്രശ്നോത്തരിയിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.